പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നഫഹാത്തുൽ അത്രിയയുടെ 3-ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഅ്ലം അഖീ അൽ മുഅ്മിൻ അന്നല്ലാഹ തബാറക വതആല ഖദ് ഖസ്സ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറയണം, ഇഅ്ലം അറിയണം, അഖീ അൽ മുഅ്മിൻ വിശ്വാസിയായ സഹോദര. വളരെ നല്ല അഭിസംബോധനയോടുകൂടി നമ്മളോട് കാര്യങ്ങൾ പറയാം. അന്നല്ലാഹ തബാറക വതആല, നിശ്ചയമായിട്ടും അല്ലാഹു തബാറക വതആല, ഉന്നതനായ മഹാനായ അല്ലാഹു തആല, ഖദ് ഖസ്സ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല അവിടുത്തെ നബിയെ പ്രത്യേകമാക്കിയിരിക്കുന്നു. ബിഅൻ ജഅലഹു അഫ്ളലൻ നബിയ്യിന വൽ മുർസലീൻ, ബിഅൻ ജഅലഹു അവിടുത്തെ ആക്കൽ കൊണ്ട് എന്താക്കി, അഫ്ളലൻ നബിയ്യിൻ നബിമാരിൽ ശ്രേഷ്ഠരാക്കി, വൽ മുർസലീൻ മുർസലുകളിലും. അപ്പം മുർസലുകളിലും നബിമാരിലും ഉന്നതരാക്കൽ കൊണ്ട് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അവിടത്തേക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. വഖാതമൻ നബിയ്യീന വൽ മുർസലീൻ, അതുപോലെ തന്നെ മുർസലുകളുടെയും നബിമാരുടെയും അവസാനത്തെ കണ്ണിയാണ് അവിടുന്ന്. വഅളമഹും റിസാലതൻ, അള്ളാഹുവിന്റെ സന്ദേശത്താൽ അവിടുത്തെ അല്ലാഹു തആല അവരിലൊക്കെ മഹോന്നതനാക്കിയിട്ടുണ്ട്. വഅക്മലഹും ശരീഅതൻ, ശരീഅത്തിനാൽ അവരെക്കാളെല്ലാം സമ്പൂർണമാക്കുകയും ചെയ്തിട്ടുണ്ട്. വആതാഹു അഅളമൽ മുഅ്ജിസാത്ത്, അവിടത്തേക്ക് വലിയ മുഅ്ജിസത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വജഅല ലഹു അഅളമൽ ആഥാരി ഫീ നുഹൂലിൽ ഹയാത്ത്, അല്ലാഹു തആല അവിടത്തേക്ക് നൽകി അഅളമൽ ആഥാർ, വലിയ വലിയ ജീവിച്ചതിന്റെ അടയാളങ്ങൾ, ഫി നുഹൂദിൽ ഹയാത്ത്, ജീവിതത്തിന്റെ ഉണർവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിന് ഉണർവ് നൽകും. അവിടുത്തെ ചര്യ വിട്ട് പോകുക എന്നുള്ളത് ഉണ്ടാവില്ല. അവിടുത്തെ മനസ്സിലായ ആളുകൾക്ക്, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ അവിടുത്തെ ചര്യയെക്കുറിച്ച് അറിയാനും അതിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാവാനും അത് കാരണമാകും. നുഹൂദുൽ ഹയാത്ത് എന്ന ജീവിതത്തിന്റെ ഉണർവ്. വഅഖദൽ മീസാഖ അലൻ നബിയ്യീന, അല്ലാഹു തആല ചെയ്ത കാര്യം, അഖദൽ മീസാഖ അലൻ നബിയ്യീന, അമ്പിയാക്കന്മാരുടെ മേൽ എല്ലാവരിൽ നിന്നും അല്ലാഹു തആല കരാർ സ്വീകരിച്ചു. അൻ യുഅ്മിനൂ ബിഹി, അവിടുത്തെ വിശ്വസിക്കുമെന്ന്. ഇൻ ജാഅഹും, മൂസ നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇൻ ജാഅഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ഇൻ ജാഅഹും, അപ്പൊ നബിതങ്ങൾ അമ്പിയാക്കന്മാരുടെ നേരെ സമീപിക്കുകയാണെങ്കിൽ അവരെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കും എന്ന കാര്യം അമ്പിയാക്കന്മാരിൽ നിന്നൊക്കെ അല്ലാഹു തആല കരാറായി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിന്തകൾ ഉണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഖുർബ്, അടുപ്പം നമുക്ക് ലഭ്യമാവുകയില്ല. അത് സാധ്യമായില്ലെങ്കിൽ നാളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും അതുപോലെ തന്നെ സ്വർഗത്തിലുള്ള അവിടുത്തോടുള്ള ജിവാറും എല്ലാം നഷ്ടപ്പെടാൻ അത് കാരണമായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അവിടുത്തെ കുറിച്ചുള്ള ചിത്രം വളരെ മഹത്തായ ചിത്രമായിരിക്കണം എന്നാണ് ആമുഖത്തിൽ തന്നെ ഈ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നത്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ നബിമാരിലും മുർസലുകളിലും വലിയ മഹാനാണ്, ഉന്നതരാണ് എന്ന് ശരിക്കും അങ്ങ് വിശ്വസിക്കണം. അങ്ങനെ നോക്കൂ, അമ്പിയാക്കന്മാരോടെല്ലാം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാവാൻ ആണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒരു സംഭവത്തിൽ കാണാം, മിഷ്കാത്തിൽ കാണുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്ത് പാരായണം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി പാരായണം ചെയ്തത്. ഉടൻ തന്നെ അവിടുത്തെ മുഖം വിവരണമാവുകയും അവിടുന്ന് പറയുകയും ചെയ്തു, എങ്ങാനും മൂസ നബി അലൈഹിസ്സലാം ഇപ്പോൾ ഇരുന്നുവെങ്കിൽ അവിടത്തേക്ക്, ആ മൂസ നബി അലൈഹിസ്സലാമിനെ എന്നെ പിൻപറ്റുക മാത്രമേ മാർഗമുണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അത്രക്കും മഹത്വമുണ്ട് നബിതങ്ങളുടെ ശരീഅത്തിനും അവിടുത്തെ ദീനിനും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇനി നോക്കൂ, വബശ്ശറ ബിഹിൽ അംബിയാഉ, അവിടുത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് അമ്പിയാക്കന്മാർ.
അമ്പിയാക്കന്മാര് അവരുടെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് ഇങ്ങനെ ഒരു നബി വരാനുണ്ട് എന്ന കാര്യം. പ്രത്യേകിച്ചും മൂസ വ ഈസ അലൈഹിമസ്സലാം, മൂസ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട് ഉമമഹും, അവരുടെ സമൂഹത്തോട്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നു, ഫഹും യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്ത്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർക്ക് കാണാം മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്ത്, തൗറാത്തിൽ വൽ ഇൻജീൽ, ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായിട്ട്, അപ്പൊ ബൈബിളിലും തൗറയിലും എഴുതപ്പെട്ടതായിട്ട് അവർക്ക് കാണാം ഈ നബിയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. എന്താണ് നബി തങ്ങളുടെ വിശേഷണം? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവരോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുങ്കർ, അവരോട് തിന്മ വിരോധിക്കുകയും ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയത്, തൗറാത്തിലും ഇൻജീലിലും അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, അവർക്ക് നല്ല കാര്യങ്ങളെ ഹലാലാക്കി കൊടുക്കും, നല്ല കാര്യങ്ങളെ ഹലാലാണെന്ന് പ്രഖ്യാപിക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ, മലിനമായ കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ അവർക്ക് ഹറാമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ, അവരെ തൊട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതാക്കും. അല്ലതീ കാനത്ത് അലൈഹിം, എങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്? ആ പ്രയാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീക്കം ചെയ്തു കൊടുക്കും എന്ന് അല്ലാഹു തആല പറയാണ്. ഇങ്ങനെയാണ് തൗറാത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളത് എന്ന്. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അമ്പിയാക്കന്മാർ, നേരത്തെ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരും തന്റെ ഉമ്മത്തുകളോട്, അവരുടെ ഉമ്മത്തുകളോട് പറഞ്ഞിട്ടുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് മൂസ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാം, അതിൽ തന്നെ തൗറാത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ്. അത് ഒന്നാമതായിട്ട് പറഞ്ഞത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും എന്നതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു നിക്ഷിപ്ത താല്പര്യവുമില്ലാത്ത ആളായിരിക്കണം, അവർക്ക് മാത്രമേ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ വലിയ ധാർമ്മികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പലർക്കും നന്മ കൽപ്പിക്കാൻ കഴിയുന്നില്ല, തിന്മ വിരോധിക്കാനും കഴിയുന്നില്ല. എന്താ കാരണം? പല ചോദ്യങ്ങളും അവർക്ക് നേരെ തന്നെ തിരിഞ്ഞുകുത്തുന്നത് കൊണ്ടാണ്. അപ്പോ അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് രാഷ്ട്രീയക്കാരനാണെങ്കിൽ, അയാൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള എതിർ കക്ഷിയുടെ എന്തെങ്കിലും കോട്ടങ്ങൾ കണ്ടെത്താനുള്ളതോ ആയ നന്മകളോ തിന്മകളോ കൽപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി സത്യത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ ആളുകൾക്ക് കഴിയാതെ വരുന്നു. ഈ സമയത്ത് ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്നത്. ജനങ്ങളെല്ലാവരും ഒന്നുകിൽ ഒരു ഗോത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ, പകയുടെ പേരിൽ, കുടുംബകലഹത്തിന്റെ പേരിൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ദൗത്യം നേരേത്, നന്മയേത് ആ പക്ഷത്ത് നിൽക്കും, തിന്മയേത്, മോശമായ കാര്യങ്ങൾ ഏത്, അതിനെ വിരോധിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നത്. പിന്നെ അവരുടെ വിഷയം പറഞ്ഞത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുങ്കർ, നമ്മൾ പറഞ്ഞു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, മലിനമായ ചീത്തയായ കാര്യങ്ങൾ അവർക്ക് വിരോധിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ചിന്തിക്കണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം. ഒരിക്കലും ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് അവർക്ക് പാടില്ലാത്ത കാര്യമാവാൻ പാടില്ല. അതുപോലെ തന്നെ ജനങ്ങളെ തടയുന്നത് ഒരിക്കലും അവർക്ക് അനുവദനീയമായ കാര്യങ്ങളിൽ നിന്നും ആവാൻ പാടില്ല. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഖസീദത്തുൽ ബുർദയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു മനോഹരമായ വരി കാണാം. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. എന്തോ ഒരു മനോഹരമായ വരിയാണ്. നബിയുനൽ ആമിറു,
നമ്മുടെ നബി എന്ന് പറഞ്ഞാൽ കൽപ്പന തരുന്നവരാണ്. അന്നാഹി, അതുപോലെ തന്നെ വിരോധിക്കുന്നവരും ആകുന്നു. ഫലാ അഹദുൻ അബറ, ഒരാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ നന്മ കൂടുതൽ നമുക്ക് നന്മ ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. ഫി ഖൗലിൻ മിൻഹു വല നഅമി, അവിടുത്തെ വാക്ക് പാടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ പാടുള്ള കാര്യമാണ്, ചെയ്യാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പാടില്ലാത്ത കാര്യമാണെന്ന് പറയുന്ന വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം നമുക്ക് നന്മ ചെയ്തിട്ടുള്ള ഒരാളും ഇല്ല എന്ന് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീണു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മറ്റു ജീവികളെ പോലല്ല നമ്മുടെ ജനനം. മറ്റു ജീവികൾക്ക് അല്ലാഹു തആല ജന്മസിദ്ധമായിട്ട് ജന്മവാസന എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചു വിടുകയും അതനുസരിച്ച് അവരെങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്യുക. എന്നാൽ മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവന് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയായിട്ടാണ് അല്ലാഹു തആല പടച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് ഒരുപാട് സന്ദേഹങ്ങളിലേക്കും സംശയങ്ങളിലേക്കുമാണ്. എങ്ങനെ ജീവിക്കണം, ഏതാണ് ശരി? ഇപ്പൊ നമ്മൾ ഇന്ന് ടെക്നോളജിയൊക്കെ വർദ്ധിച്ച് നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ അടുത്തെത്തി നിൽക്കുന്ന ഈ കാലത്ത് ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാവുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ടെക്നോളജി വികസിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ എളുപ്പമാകുമെന്നായിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും എളുപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, ജോലിയുടെ കാര്യത്തിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എളുപ്പം വന്നിട്ടുണ്ടെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുന്നിടത്ത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് വിശ്വത്തിനൊരു ഗുരു, ലോകൈക ഗുരുവായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴി കാണിക്കുന്നത് കാണാൻ പറ്റും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിൽ നിന്നോ ഹദീഥിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം ആയിട്ട് അതിന്റെ ഉസൂലുകളായിട്ട് താഴേക്ക് കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കണമെന്നും അറിയണമെന്നും അറിയിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളെ നമുക്ക് പരിശുദ്ധമായ ദീനിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോ അപ്പൊ അവർക്ക് നല്ല കാര്യങ്ങളെ അവർക്ക് അനുവദിക്കുന്നു, ചീത്ത കാര്യങ്ങളിൽ നിന്ന് അവരെ വിരോധിക്കുകയും ചെയ്യുന്നു. പിന്നെ വയളഅൻഹും ഇസ്റഹും വൽഅഗ്ലാൽ, അവർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഇത് വലിയൊരു വിഷയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭൂജാതരാകുന്ന സമയത്ത് അന്ന് നമ്മൾ പറയാറുണ്ട് ഡാർക്ക് ഏജിലാണെന്നൊക്കെ. എന്താണ് ഈ ഡാർക്ക് ഏജിന്റെ അർത്ഥം? ലോകത്ത് പല പ്രത്യയശാസ്ത്രങ്ങളും അന്ന് നിലനിൽക്കുന്നുണ്ട്, പല കാഴ്ചപ്പാടുകളും ഉണ്ട്. അതിലൊക്കെ പാവപ്പെട്ട ആളുകൾ കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലം. ഇതന്നെ പറയും, സൂചനകൾ പറയും. എത്രത്തോളം എന്ന് വെച്ചാൽ പേർഷ്യ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് പേർഷ്യയും റോമൻ എംപയർ. ഈ രണ്ട് രാജ്യങ്ങളുടെയും അന്നത്തെ സാഹചര്യം, അന്നത്തെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവിടെയുള്ള പാവപ്പെട്ടവർ, പ്രത്യേകിച്ചും അടിമകൾ, ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാല് സമ്പത്തില്ലാത്തവൻ, അധസ്ഥിത വിഭാഗത്തെ മനുഷ്യനായി പോലും കണക്കാക്കാത്ത ഒരു കാലഘട്ടം. പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവര് അന്നത്തെ കാലത്ത് രാജാവും രാജ്ഞിയും കൂടെ ഒരു സിംഹത്തിന് അടിമകളെ ഇട്ടുകൊടുക്കും. വലിയൊരു കൂട്ടിലേക്ക് സിംഹത്തെ അടച്ചിട്ട് അതിലേക്ക്, അല്ലെങ്കിൽ തുറന്ന് കിടക്കുന്ന വലിയ ഒരു സ്ഥലത്തേക്ക്, സിംഹത്തിന്റെ മുന്നിലേക്ക് പാവപ്പെട്ട അടിമകളായ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ജീവന് വേണ്ടിയിട്ട് പാവപ്പെട്ട ഈ മനുഷ്യൻ ആ ഹിംസ്രജീവിയോട് നടത്തുന്ന ഏറ്റുമുട്ടൽ, കരളലിയിപ്പിക്കുന്ന ആ കാഴ്ച, യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ രാജാവും രാജ്ഞിയും അതുപോലെ തന്നെ സഭാംഗങ്ങളും പരസ്പരം കാണുകയും അവര് ആഹ്ലാദത്തോടുകൂടി ഒച്ചവെക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. റോമിന്റെ അവസ്ഥയും നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികൾ എന്ന് അഹങ്കരിച്ചിരുന്ന രണ്ട് വിഭാഗമായിരുന്നു അവർ. ശരിക്കു പറഞ്ഞാൽ അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയത്തോടെ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തിരുനബി തങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്തുള്ള അച്ചുതണ്ട് ശക്തികളായിരുന്ന റോമിനെയും സാമ്രാജ്യത്തെയും നിലത്തിറക്കി അഹങ്കാരത്തിന്റെ വലിയ കൊടിമുടിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്.
അവരെ വലിച്ച് താഴെയിട്ടു, ലോകത്തിന് സമാധാനം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ അറബിക്കും അനറബിക്കും, കറുത്തവനും വെളുത്തവനും ഇങ്ങനെയുള്ള വിവേചനങ്ങളെല്ലാം ഇല്ലാതാക്കുകയും രാജാവും അതുപോലെ തന്നെ പ്രജകളും തമ്മിൽ അടുത്തിരിക്കേണ്ടവരാണ് എന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്നതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേക്കുറിച്ചുള്ള സൂചനയാണ് വയളഉ അൻഹും ഇസ്റഹും വല്ലഗലാല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ അടുത്ത് നിന്ന് ഒഴിവാക്കി കൊടുത്തിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി നമുക്ക് തിരു ജന്മത്തിലേക്ക് കടക്കാം. വിലാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജനനം. ബഅസല്ലാഹു തആല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത് അലാ ഹീനി ഫത്രത്തിൻ മിനർ റുസുൽ, ദൂതന്മാരുടെ ഒരു ഫത്രത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഫത്രത്ത് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ കാലഘട്ടം. അപ്പോൾ മറ്റു ദൂതന്മാരൊന്നും വരാത്ത ഒരു കാലത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിക്കുന്നത്. അന്നത്തെ കാലം പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഖദ് ഇൻതശറ ദലാൽ, വഴികേട് വ്യാപിച്ചിട്ടുണ്ട്. വഅമ്മൽ ജഹൽ, അറിവില്ലായ്മ വ്യാപകമായിട്ടുണ്ട്. വതഹറഫത് ദിയാനാത്തുർ റുസുൽ, മുർസലുകളുടെ മതങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിശ്ശിർക്കി വൽ വസനിയ്യ, ഷിർക്കും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയും കാരണമായിട്ട്. ഇങ്ങനെ വ്യാപകമായ തെറ്റുകൾ നടക്കണം ലോകത്ത് മുഴുവനും. ഈ സാഹചര്യത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പേർഷ്യയെക്കുറിച്ചും. എത്രത്തോളം വെച്ചാൽ റോമിലൊക്കെ ഒരു വ്യക്തിയുടെ കോഴി അപ്പുറത്തെ വീട്ടുകാരന്റെ മച്ചിൽ കാഷ്ടിച്ചാൽ ആ കോഴിയെ തൂക്കിക്കൊല്ലണമെന്ന്, അല്ലെങ്കിൽ കോഴി പോയിട്ട് അപ്പുറത്തുള്ളവന്റെ കൃഷി നശിപ്പിച്ചാൽ ആ കോഴിയെ തൂക്കിക്കൊല്ലണമെന്നൊക്കെയുള്ള നിയമങ്ങൾ അന്ന് റോമിലുണ്ടായിരുന്നു. നോക്കണം നമ്മൾ. ശരിക്കും പറഞ്ഞാൽ മുന്നിൽ നടക്കാൻ ആളില്ലെങ്കിൽ മനുഷ്യകുലത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയും. വസാദ ദുൽമു വൽ ഖഹ്റു അലൻ നാസ്, അക്രമവും അധീശത്വവും അടിച്ചൊതുക്കലും ജനങ്ങളിൽ വ്യാപകമായി. മിൻ കുല്ലി ഖുദ്റത്തിൻ ഖവിയ്യ, കണ്ടോ, ഏത് ഏറ്റവും ശക്തന്മാർ, എത്ര ശക്തിയുള്ളവരും താഴെയുള്ളവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിരുന്നത്. വല്ലാത്തൊരവസ്ഥയാണത്. അപ്പം ഏതെങ്കിലും വിധത്തിൽ ശക്തനാണോ അവരുടെ താഴെയുള്ളവരെ എങ്ങനെയെങ്കിലും അവഗണിക്കാനും അടിച്ചൊതുക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഹത്താ ഉമമുൽ ഹവാറത്തി വൽ ഫൽസഫ, എത്രത്തോളം നാഗരികതയുടെയും അതുപോലെ തന്നെ ഫിലോസഫിയുടെയും സമൂഹമായി അറിയപ്പെടുന്നവർ വരെ. അതാണ് ഞാൻ നേരത്തെ പെർഷ്യയെയും അതുപോലെ തന്നെ റോമിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. പേർഷ്യയും റോമും ഒക്കെ പല വൈജ്ഞാനിക കാര്യങ്ങൾക്കും ഒക്കെ അന്ന് പ്രശസ്തരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഒക്കെ അവർ പ്രശസ്തരാണ്. പക്ഷേ അവർക്കുണ്ടായിട്ടുള്ളത് ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവനെ ഒതുക്കിക്കളയുക എന്ന സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമൂഹം ഫിലോസഫിയുടെയും അതുപോലെ തന്നെ നാഗരികതയുടെയും ഒക്കെ പേരിൽ കേളികേട്ടിട്ടുള്ള സമൂഹം അവർ മുങ്ങി ഫി ഔഹാലി ശിർക്കി വ അദ്നാസിൽ ജാഹിലിയ, ഷിർക്കിന്റെ ചളിയിലും ബഹുദൈവാരാധനയുടെ ചളിയിലും വഅദ്നാസിൽ ജാഹിലിയ, അറിവില്ലായ്മയുടെ മാലിന്യത്തിലും മുഴുകിക്കിടക്കുകയായിരുന്നു. അപ്പൊ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം. അതേ സമയത്ത് തന്നെ വലിയ പ്രതീക്ഷയുടെയും സമയത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ, ലോകത്ത് ശാന്തിയും സമാധാനവും കളിയാടാതിരിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു ദിശാസന്ധിയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. വഖദ് തഹദ്ദസ മിൻ ബഖിയ മിൻ ഉലമാഇ ദീൻ, ദീനി പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഹു ആനൽ അവാൻ, തീർച്ചയായിട്ടും സമയമായിട്ടുണ്ട്. ആര് പറഞ്ഞു? യഹൂദന്മാരും അതുപോലെ തന്നെ നസാറാക്കളുമായിട്ടുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന മതപണ്ഡിതന്മാരിൽ നിന്ന് ശേഷിക്കുന്ന ആളുകൾ പറഞ്ഞു ഒരു നബിയുടെ ആഗമനത്തിന് സമയമായിട്ടുണ്ടോ, അലി ളുഹൂരി നബി ആഖിരി സമാൻ, ആഖിർ സമാനിലെ നബിയുടെ ആഗമനത്തിന് സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ത്യകാലത്ത് വരാനിരിക്കുന്ന ഒരു നബിയുടെ ആഗമനത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന്. വശഹിദൽ അറബു ഇനായത്തുല്ലാഹി ബിഹിം,
വശഹിദൽ അറബു, അറബികൾ സാക്ഷ്യം വഹിച്ചു, ഇനായത്തല്ലാഹി ബിഹിം, അല്ലാഹു തആല അവരെ പരിഗണിച്ച കാര്യം അത് നേരിട്ട് അവർ അതിന് സാക്ഷികളാവുകയും ചെയ്തു. കാരണം എന്താണ്? നേരത്തെ അറബികളിൽ പ്രവാചകന്മാരില്ല. കൂടുതൽ പ്രവാചകന്മാരും വന്നത് ബനൂ ഇസ്രായേലിലായിരുന്നു. അപ്പോ ആദ്യമായിട്ടാണെന്ന് പറയാം അറബികൾക്ക് ഒരു പ്രവാചകനെ കിട്ടുന്നത്. അത് തന്നെ അന്ത്യപ്രവാചകരും ആയിരുന്നു. അപ്പൊ ആ പരിഗണനയ്ക്ക് അവർ സാക്ഷികളാവുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല ആദരിച്ചു എന്തിനെ? ഹുർമത ബൈതിഹിൽ മുഅല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ ബഹുമാനത്തിന് അള്ളാഹു തആല പരിഗണന നൽകി ഇൻദഹും, അറബികളുടെ അടുത്ത്. അപ്പോൾ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഗമനത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ ഏകദേശം ഒരു വർഷം മുമ്പ് മക്കയിലുള്ള കഅബാലയം പൊളിച്ചു കളയാൻ വേണ്ടി ഹബശികൾ, യമനിലെ ഹബാഷ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, ഹബശികൾ വന്നുകൊണ്ട് അത് തകർക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ അവരെ അല്ലാഹു തആല നേരിട്ടു. അങ്ങനെ ഫഅഹ്ലകൽ അഹാബീഷ, ഹബശികളെ അല്ലാഹു തആല നശിപ്പിച്ചു. അല്ലദീന ജാഊ ലിഹദ്മിഹി, പരിശുദ്ധമായ കഅബ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഹബശികളെ അല്ലാഹു തആല തകർത്തു കളഞ്ഞു. അപ്പൊ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വർഷം മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ ഒരു വർഷം മുൻപ് നടന്ന കാര്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്? അത് പറയാം, ഇർഹാസൻ, അതൊരു മുന്നറിയിപ്പായിട്ടാണ്. തക്രീമൻ ലി മൗലിദി നബിയ്യിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനുള്ള ഒരു ആദരവ് കൂടിയായിരുന്നു അത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലര് പറയും ജന്മദിനത്തിന് പ്രത്യേകത ഒന്നുമില്ല എന്ന്. അത് വിഡ്ഢിത്തണം മനസ്സിലാക്കാം. ജന്മദിനത്തിന് എന്നല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവിടത്തേക്ക് പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നിന്നിട്ട് ചെറുതായി ചിന്തിക്കുന്ന സാധുക്കൾക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നതിന് നമ്മുടെ ഈമാൻ അവർക്ക് നമ്മൾ പണയപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഉലമാക്കൾ, പഠിച്ചവർ, പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള മുഴുവൻ ഉലമാക്കളും ഈ കാര്യത്തെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അബ്രഹത്തിന്റെ ആളുകൾ വന്നിട്ട് പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തെ കൂടി അറിയിച്ചുകൊണ്ടാണ് അവരെ തുരത്തി ഓടിച്ചത് എന്നാണ് ഉലമാക്കൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവിടുത്തെ ജന്മത്തിന്റെ മുന്നേ തന്നെ അല്ലാഹു തആല അവിടുത്തെ ആദരിച്ചതായിട്ട് നമുക്ക് കാണാം. ഇനിയും അത്തരം സംഭവങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ഇർഹാസൻ വതക്രീമൻ ലി മൗലിദി നബിയ്യിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനെ ആദരിക്കുകയും അതിനുള്ളൊരു മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഅർസല അലൈഹിം, ആ സംഭവത്തെ കുറിച്ച് പറയുന്നു. അബ്രഹത്തിന്റെ ആനപ്പട വന്ന് കഅബാലയം പൊളിക്കാൻ വന്ന സമയത്ത് അതേക്കുറിച്ച് ആ സംഭവത്തിൽ എന്തുണ്ടായി എന്ന് അല്ലാഹു പറയുന്നു. വഅർസല അലൈഹിം തൈറൻ അബാബീൽ, അവരുടെ മേൽ അബാബീൽ പക്ഷികളെ അല്ലാഹു തആല അയച്ചു. എങ്ങനെയാണ് അയച്ചത്? തർമീഹിം, അവരെ തന്നെ എറിഞ്ഞുകൊണ്ട്, ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, നരകത്തിൽ നിന്നുള്ള കല്ലുകൾ എറിഞ്ഞുകൊണ്ടാണ് ആ പക്ഷികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഫജഅലഹും, അങ്ങനെ ആ അബ്രഹത്തിന്റെയും കക്ഷികളെയും അല്ലാഹു തആല ആക്കി കഅസ്ഫിൻ മഅകൂൽ, ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുണ്ടങ്ങൾ പോലെയാക്കി. അപ്പോ ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ പരാമർശമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം എത്ര മഹത്തായിട്ടാണ് അല്ലാഹു തആല തന്നെ അടയാളപ്പെടുത്തിയത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ജനനം മാത്രമല്ല, ജനനത്തിന് മുന്നേ തന്നെ അല്ലാഹു തആല അവിടുത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇപ്പോൾ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും അമൽ ഫീലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആവാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.